യൂട്യൂബ് ചാനലിന് സ്വാഗതം. സൗന്ദര്യലഹരിയുടെ 18ാമത്തെ ശ്ലോകമാണ് ഇന്ന് ഞാൻ വായിക്കുന്നത്. ഓം ഗുരുഭ്യോ നമഃ. ഓം ശങ്കരാചാര്യായ നമഃ. സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാ അസ്മദാചാര്യപര്യന്താ വന്ദേ ഗുരുപരമ്പരാം. സൗന്ദര്യലഹരീകർത്തേ സർവമംഗളദായികേ ശങ്കരാചാര്യപര്യായ യതിരാജായ തേ നമഃ. അമ്മയുടെ 17 ശ്ലോകങ്ങളും ഞാനിവിടെ അവതരിപ്പിച്ചു. ഞാൻ ശ്ലോകങ്ങൾ പുറകെ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അതെല്ലാവരും അത് വായിച്ച് ദിവസവും ശ്ലോകങ്ങൾ വായിച്ച് പഠിക്കണം. എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകുന്നതാണ്. ഇന്ന് 18ാമത്തെ ശ്ലോകമാണ്. തനുച്ഛായാവിസ്തേ തരുണതരുണീ ശ്രീസരഭി ദിവം സർവാമുർവേ മരുതമതിമഗ്നാ സ്മരതിയാം ഭവന്ത്യത്രസ്യ വനഹരിണശാലീന നയന സഹോവശ്യ കതികതിന നിർവാണഗണികാം. എൻ്റെ അർത്ഥമാണ് പറയുന്നത്. തരണം ചെയ്യുന്ന ബാലസൂര്യൻ്റെ ചുവന്ന കിരണത്താൽ ശരീരകാന്തിയോടുകൂടിയ ആകാശത്തെയും ഭൂമണ്ഡലത്തെയും ദേവിയുടെ ചുവപ്പ് നിറം അരുണവർണ്ണത്താൽ ശോഭിക്കുന്ന ആ വർണ്ണത്തെ ആരാണാവോ സ്മരിക്കുന്നത്? ഭയപ്പെടുന്നതായ കാട്ടിലെ മാൻ സുന്ദരമായ കണ്ണുകളോടുകൂടിയും ഉർവശി തുടങ്ങിയ ദേവസ്ത്രീകൾ ദേവിയെ കാണുമ്പോൾ തന്നെ വശത്താവുന്നു. കാതിരിക്കുന്ന അങ്ങനെ ആ തേജസ്സുള്ള അമ്മയെ കാണുമ്പോൾ ഉണ്ടാകുന്ന തേജസ്സിനാൽ എല്ലാവരുടെയും കണ്ണു മഞ്ചിപ്പോകുന്നു. ആ അമ്മയെ സ്മരിക്കുക, അമ്മയെ ആരാധിക്കുക. അതിൽ നിന്ന് നമുക്ക് ഐശ്വര്യം ഉണ്ടാകുന്നു. അമ്മയുടെ ദേഹം ബാലസൂര്യനിലും പ്രസരിക്കുന്ന രശ്മികൾ അത്യധികം ശോഭയുള്ളതാണ്. ആകാശം ഭൂമി എല്ലായിടത്തും ചുവന്ന നിറത്തിൽ കാണുന്നത് അമ്മയുടെ ശോഭയാണ്. ആ രൂപത്തിൽ സ്മരിക്കുന്നവർ തേജസ്സുള്ളവരായിത്തീരും. ഭക്തരിലേക്ക് ആകൃഷ്ടമാകുന്ന ഇതിലുള്ള നയനങ്ങൾ ഭേദിച്ച് ചലിക്കുന്ന കണ്ണ്, എണ്ണമറ്റ അപ്സരസ്ത്രീകൾ ഇങ്ങനെയുള്ള തേജസ്വികളായവർ എങ്ങനെ ആകൃഷ്ടരാകാതിരിക്കും? ആ തേജസ്സിൽ അമ്മയുടെ മനസ്സെ അർപ്പിക്കുകയോ അമ്മയുടെ ആ തേജസ്സിൽ നമ്മളുടെ മനസ്സെ അർപ്പിക്കുക. അമ്മയെ ചുവന്ന നിറത്തിൽ ആണ് കാണുന്നത്. ചുവന്ന പട്ടുസാരി ഉടുത്തും ചുവന്ന നിറത്തിലും കാണുന്ന അമ്മയുടെ തേജസ്സെ ചുവന്ന നിറത്തിൽ കണ്ട നമ്മളും നല്ല തേജസ്സുള്ളവരായിത്തീരും, നല്ല ഭാഗ്യമുള്ളവരായിത്തീരും. അമ്മയെ ആരാധിച്ചാൽ എന്നും എല്ലാവർക്കും ഐശ്വര്യമേ ഉണ്ടാവുള്ളൂ. ഏതാപത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ ഒരു മക്കളുടെ അടുക്കൽ അമ്മ ഏതുവിധം പാഞ്ഞെത്തുമോ അതുപോലെ തന്നെ അമ്മ നമ്മുടെ അടുക്കലെത്തി നമ്മളെ സാന്ത്വനിപ്പിക്കും. നമ്മുടെ ദുഷ്കൃതം എന്താണെങ്കിലും അത് മാറ്റി നമ്മളെ സന്തോഷിപ്പിക്കും. ആ അമ്മയെ നമ്മൾ എന്നും ആരാധിക്കുക. നമസ്തേ.